നിങ്ങൾക്കറിയോ ഈ മുരിങ്ങാക്കായ് വെച്ചിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി കഴിക്കാനുണ്ടെങ്കിലോ നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നാ പറയാം. എന്നാൽ നമുക്ക് ഉണ്ടാക്കി കഴിച്ചാലോ? ആദ്യം തന്നെ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുനുകുനേനരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒന്നും കെട്ട് വയറ്റി കൊടുക്കണേ. അതിനുശേഷം വളരെ ചെറിയൊരു സവോള എടുത്തതിന് ശേഷം കുനുകുനേനരിഞ്ഞ് അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. രണ്ടും ചേർത്ത് നല്ലപോലെ ബ്രൗൺ കളറാവുന്നവരെ നല്ലൊന്ന് വയറ്റി കൊടുക്കുക. ബ്രൗൺ കളറായതിന് ശേഷം അതിലേക്ക് നല്ല കനം കുറച്ച് അരിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലൊന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സൂപ്പിന് ആവശ്യമുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുരിങ്ങാക്കായൻ്റെ ഉള്ളത്തെ ദശ മാത്രം ഒരു സ്പൂൺ കൊണ്ട് ചുരണ്ടി എടുത്തതിന് ശേഷം അത് മാത്രം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ നിന്ന് പൊതിർത്തിയ കുറച്ച് ചെറുപയർ, ഒരു 2 സ്പൂൺ ചെറുപയർ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ. അതും ചേർത്ത് കൊടുത്ത് കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം രണ്ടൊന്ന് നല്ലോണം വേവാനും വേണ്ടിയാണ്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ നല്ലോണം വെന്തിക്കണം കേട്ടോ. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് മുരിങ്ങാക്കായ്ക്ക് ചെറിയൊരു ചവർപ്പ് ഉണ്ടാവും, അതൊന്ന് മാറി കിട്ടാനും വേണ്ടി കുറച്ച് സോയാ സോസും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യമുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വാങ്ങാൻ നേരം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്തുകൊണ്ട് ഒരു കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് തിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ അടിപൊളി ഇതേ മുരിങ്ങാക്കായ് സൂപ്പ് ഇവിടെ റെഡിയാക്കുന്നത് വളരെ സിമ്പിളാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.